ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു കറി, അതാണ് നമ്മൾ അമരാവതിയിലെ അടുക്കളയിൽ ഉണ്ടാക്കുന്നത്. ഒരു തട്ടിക്കൂട്ട് പൊട്ടറ്റോ സ്റ്റൂ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 4 പൊട്ടറ്റോ കുക്കറിലിട്ട് അതിനൊരു 2-3-4 വിസിൽ കൊടുക്കുകയാണ്. വേഗം വേവിക്കാൻ വേണ്ടിയാണ്. എന്നെപ്പോലെ സമയമില്ലാത്തവരാണെങ്കിൽ തലേ ദിവസം രാത്രി വേണമെങ്കിൽ നമുക്ക് പൊട്ടറ്റോ വേവിച്ച് വെക്കാം. സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ഉള്ളി, മീഡിയത്തിൽ ഒരു ഇച്ചിരൂടെ വലുതാണ്, സവാള അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എരിവില്ലാത്തത് കൊണ്ട് ഒരു 6-7 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ കടായിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം കടുകിട്ട് കൊടുത്തു. കറിവേപ്പില ഉള്ളവരാണ് തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ 2 ചുമന്ന മുളക് ഇട്ട് കൊടുക്കാം. ഞാനിതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, സിമ്പിളായിട്ടാണ്. പിന്നെ ഈ കറി ഉണ്ടാക്കുമ്പം വേണമെങ്കിൽ നമ്മൾ വേവിക്കുമ്പോൾ 2 കറുവാപ്പട്ട വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ എനിക്ക് ഈ മസാല അലർജി ആയതുകൊണ്ട് ഇതൊന്നും ഇടുന്നില്ല. ഞാൻ വെറും അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ 1 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കടുക് പൊട്ടി വന്നു. നമ്മുടെ കടുക് പൊട്ടി വന്നു. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാളയുടെ കൂടെ തന്നെ ഇഞ്ചി കട്ട് ചെയ്തതും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉള്ളി വഴറ്റാൻ ഇട്ടതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഉള്ളി അധികം വഴണമെന്നൊന്നുമില്ല. ഞാൻ ഉള്ളി വഴറ്റാതെ തന്നെ പച്ചയ്ക്കും പൊട്ടറ്റോയുടെ കൂടെ വേവിക്കാറുണ്ട്. ഇത് തട്ടിക്കൂട്ട് സ്റ്റൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അവസാനം മനസ്സിലാകും. നമ്മൾ ഉള്ളി വഴന്നതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. സ്റ്റൂ എന്ന് പറഞ്ഞാൽ ഒരു ചാറുകറിയാണല്ലോ. അപ്പം അതിലേക്ക് ഈ പൊട്ടറ്റോ 3/4 ഭാഗവും വെന്ത പൊട്ടറ്റോ ആണ്. ഈ മസാലയും ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ നാട്ടിലാവുമ്പം ഇതുണ്ടാക്കുമ്പം തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ച് അങ്ങനെയൊക്കെയാണ് സ്റ്റൂ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അല്പം ഗരം മസാലയൊക്കെ വേണമെങ്കിൽ ഇടാം. ഇതിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ചേർക്കാൻ നല്ല ടേസ്റ്റാണ്. കുരുമുളക് പൊടിയൊന്നും ഇല്ല, ഞാൻ ചേർക്കുന്നുമില്ല. നമ്മൾ കറി നന്നായിട്ട് വെന്തു വന്നു. ഇതിലേക്ക് 1 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി ഒരു മസാലയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മുടെ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും എരിവുണ്ട്, അത് മാത്രമേ ഇതിലുള്ളൂ. ഇനി നമ്മൾ ഈ ഗരം മസാല ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്ത് കൊടുക്കും. നമ്മുടെ കറിയിൽ ഗരം മസാല ഒക്കെ ഇട്ടു ചൂടായി വന്നു. ഇനിയും നമ്മൾ ലാസ്റ്റ് ഒഴിക്കാൻ പോകുന്നത് പാലാണ്. നമ്മൾക്ക് തേങ്ങാപ്പാൽ എടുക്കാനൊന്നും സമയമില്ല. അപ്പോൾ ക്രീമും പാലും കൂടെ, കുറച്ച് പശുമ്പാലാണ് അതുകൂടെ ചേർത്ത് നമ്മൾ ചൂടാക്കത്തില്ല, കറി ഓഫ് ചെയ്തിട്ടാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇളക്കിയാൽ നമ്മുടെ സൂപ്പർ സ്റ്റൂ റെഡിയാണ്. വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.